ഞാൻ ഈ വീഡിയോയിൽ പറയുന്നൊരു അനാലിസിസാണ്. അതായത് പുതിയ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ഗ്രോയിങ് ഇന്ത്യ, ആ ഇന്ത്യയെ പറ്റിയാണ്. ഇന്ത്യയുടെ മഹാത്മാഗാന്ധിജി പോലും ഇല്ലാതാകും. കറൻസിന്ന് മാത്രമല്ല, പേരുകളിൽ നിന്ന് പോലും ഇല്ലാതാകും. 100%. അതാണ് ലക്ഷ്യമിടുന്നത്. എങ്ങനെയാണ് ഇന്ത്യൻ ഫോർഫാദേഴ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എങ്ങനെയാണ് ഇന്ത്യയുടെ ബേസ് ഉണ്ടാക്കിയത്, അതും ഇല്ലാതാകും. അതിനുള്ള കഠിന ശ്രമത്തിലാണ്, ചെറിയ ശ്രമമല്ല. എൻ്റെ കാരണം ഇപ്പോഴാണ് ഇവർക്ക് പിടികിട്ടിയത്, ഇവരുടെ കയ്യിലല്ല ഇതൊന്നും. കാരണം ഇവരുദ്ദേശിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. പ്രധാനമായിട്ടും ഇവർ ഹിന്ദി കൊണ്ടുവരാൻ ശ്രമിച്ചു, അത് ബാക്ക് ഫയർ ചെയ്തു, കൃത്യമായിട്ട് ബാക്ക് ഫയർ ചെയ്തു. അതായത് മഹാരാഷ്ട്രയെ പോലും ഇവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല, ബാക്ക് ഫയർ ചെയ്തു, നടക്കത്തില്ല. അതായത് ഇംഗ്ലീഷിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, പിന്നെ അതിനെപ്പറ്റി ആരും ഡിസ്കഷൻ ഇല്ല, അത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം തള്ളിക്കളഞ്ഞു. പിന്നെ സനാതനം കൊണ്ടുവരാൻ ശ്രമിച്ചു, അതും ബാക്ക് ഫയർ ചെയ്തു. അതിനോട് ഈ പറയുന്ന പോലെ ഒരു പോസിറ്റീവായിട്ട് ആരും പറയുന്നില്ല. ഇന്ത്യ ചേഞ്ച് ആവുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ബാക്ക്വേർഡ് ക്ലാസ്സും, അതായത് അവശത അനുഭവിക്കുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഇന്ത്യ ഭൂരിഭാഗമുള്ള ബാക്ക്വേർഡ് ക്ലാസ്, OBC, അവർ കയറി വരികയാണ്. അവർ കയറി വരാൻ പ്ലാറ്റ്ഫോം കൊടുക്കുന്നത്, ഒരുക്കി കൊടുക്കുന്നത് ഇന്ത്യയിൽ ക്രൈസ്തവരാണ്. അത് ഇവർക്കറിയാവുന്ന സംഭവമാണ്. അതായത് ഇവരുടെ മെജോറിറ്റി കുറയാൻ പോകുന്ന ഗ്രാജുവൽ പ്രോസസ്സാണ്. എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റിൽ സംഭവിച്ച അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്നു. ഇങ്ങനത്തെ കാര്യം. പണ്ട് നിങ്ങൾക്ക് സ്കൂൾ നടത്താം. അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, ആരുമില്ല ആഹാരം കൊടുക്കാൻ, സഹായം ചെയ്യാൻ ആരുമില്ല, അസുഖബാധിതർ, ലെപ്രസി പേഷ്യൻസ്, എയ്ഡ്സ് പേഷ്യൻ്റ്, ഇങ്ങനെ പല പേഷ്യൻസ് ഉണ്ട്. അപ്പം ഇവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതലാണ് ക്രിസ്ത്യൻ മിഷണറീസ്, ക്രിസ്ത്യൻ ചാരിറ്റി വർക്കേഴ്സ്. അതും നിങ്ങൾക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ഇതിനൊക്കെ നിങ്ങൾ സർവൈവ് ചെയ്തോണം. ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കേക്ക് വാക്ക് അല്ല, പഴയ പോലെ കേക്ക് വാക്ക് ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ മധ്യപ്രദേശ് ജബൽപൂരില് അവിടെ ക്രിസ്തുമസുമായിട്ട് അവിടെ കണ്ണ് കാണാത്ത കുട്ടികൾ. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേരാണ്, എത്ര ഹിന്ദു ഓർഗനൈസേഷനാണ് ഇന്ത്യയിൽ കണ്ണ് കാണാത്ത, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, മെൻ്റലി ഹാൻഡിക്യാപ്ഡ്, ഇങ്ങനെയുള്ള കുട്ടികളെ ഉള്ളവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് താമസിപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത് എത്ര പേരുണ്ട് ഇന്ത്യയിൽ? നിങ്ങൾ എന്നോട് പറഞ്ഞത് എത്ര പേരുണ്ടെന്ന്? കാരണം അതിനൊന്നും ഇവരെ കൊണ്ട് പറ്റത്തില്ല. കാരണം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബാക്ക്വേർഡ് ക്ലാസ്. അപ്പം അത് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ ആ ഫീൽഡിൽ ഇന്ത്യയിലും ആകമാനം. ശരിക്കും കാത്തലിക്സും ഉണ്ട്, മറ്റുള്ള കമ്മ്യൂണിറ്റിയും ഉണ്ട്. ഒത്തിരി പേര് കേരളത്തിലുള്ളവർ അവർ തന്നെ അതിൻ്റെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അവർ ഈ ചാരിറ്റിയുമായൊക്കെ ചേർന്ന് പിന്നെ അവർ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യൻസായി, അവരും ചെയ്യുന്നുണ്ട് ഈ വർക്ക്. ഇതിനൊക്കെ പഴയ പോലെ പണ്ട് വിദേശങ്ങളിൽ നിന്നൊക്കെ സംഭാവന കിട്ടുമായിരുന്നു. FCRA ക്യാൻസലായിപ്പോയി. ഇതെല്ലാം നേറ്റിവിറ്റിയായി. അവിടെയുള്ള ജനങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിച്ച്, അവിടെയുള്ള ഹിന്ദുക്കളാണെങ്കിലും മറ്റുള്ളവർ, പൈസ ഉള്ളവരൊക്കെ സഹായിച്ചാണ് നടക്കുന്നത്. അല്ലാതെ ഇവർക്കാരെ ഈ പണം കൊടുക്കാനുള്ള ഗവൺമെൻറ് ഫണ്ടിങ് എവിടെ? ഒരു കാരണവശാലും ഗവൺമെൻറ് ഫണ്ടിങ് ക്രിസ്ത്യൻ റണ്ണിങ് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും കൊടുക്കത്തില്ല. കാരണം ഇവർ ആ രീതിയിലാണത് പോയത്. ഇവരുടെ ആദ്യം ധാരണയുണ്ടായിരുന്നു, FCRA സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. നേരെ തിരിച്ചാണ് ഉണ്ടായത്. FCRA സസ്പെൻഡ് ചെയ്തു, പല ആൾക്കാർക്ക് സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഈ ചർച്ചകളിൽ നിന്നും എവിടെ നിൽക്കാനാ? ഞാനിത് കൃത്യമായിട്ട് പറയാം, എന്തുകൊണ്ടാണ് നിൽക്കാത്തത്? ഇതിനൊരു ബേസ് ഉണ്ട്. ബേസിക്കലി നിങ്ങളൊരു പള്ളി കത്തിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ 100 പള്ളി, 1000 പള്ളികൾ കത്തിച്ച് കളഞ്ഞു, ഒരു ഗ്രാമത്തിൽ പോയി ഒരു കമ്മ്യൂണിറ്റിയെ തകർക്കാൻ ശ്രമിച്ചു,
ഇതൊക്കെ നേരത്തെ നോർത്ത് ഈസ്റ്റിൽ നടന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഇതൊക്കെ ഈ നോർത്ത് ഈസ്റ്റ് പിന്നീടാണ് സ്റ്റേറ്റ്, ഇതൊക്കെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിരുന്നു. ഇന്ദിരാഗാന്ധി അതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. അതെല്ലാം ബാക്ക് ഫയർ ചെയ്തു. അരുണാചൽ പ്രദേശിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളായി. ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റുകൾ ഹിന്ദുക്കളുമായിരുന്നു. സിക്കിം എവിടെ പോയി? സിക്കിമിന് ഹിന്ദു കമ്മ്യൂണിറ്റി എവിടെ പോയി? നോർത്ത് ഈസ്റ്റ് പലതും എടുത്തു നോക്ക്, എന്താ സംഭവിച്ചത്? പിന്നീട് ഇവർക്ക് ഈ നോർത്ത് ഈസ്റ്റിലോട്ട് കയറാൻ പറ്റത്തില്ല, അതായി മാറി. ഇതാണ് ബേസിക്. ഇവർക്ക് ഭയമാണ്. ഇവരിപ്പോഴാണ് മനസ്സിലാക്കി ഇത് ഇവരുടെ കാരണം ഗ്രാമാന്തരങ്ങളിൽ ഹൗസ് ചർച്ച് ഉണ്ട്. അവിടെ ഇവർക്ക് സ്ട്രെങ്ത്, അതായത് ക്രിസ്ത്യാനികൾക്ക് സ്ട്രെങ്ത് ഉള്ള മേഖലയിൽ ഇവർ പോകത്തില്ല. അത് നിങ്ങൾ ഗുജറാത്തിലെ പല ഭാഗത്തും എടുത്തു നോക്ക്. സ്ട്രെങ്ത് ഉള്ള ഒറ്റ ഭാഗത്ത് ഇവർ പോകത്തില്ല, പേടിയ. സ്ട്രെങ്ത് ഇല്ലാത്ത ഭാഗത്താണ് ഇവർ കാണിക്കുന്ന ബഹളങ്ങൾ മുഴുവൻ. അതേപോലെയാണ് ഗാസിയാബാദ്. കാരണം അവിടെ ഇഷ്ടം പോലെ മഷ്റൂമിങ്, അതായത് കൂണ് പോലെയാണ് ഹൗസ് ചർച്ചുകൾ, ഇഷ്ടം പോലെ. അപ്പോൾ 1-2 ചർച്ചിൽ അറ്റാക്ക് ചെയ്യുക. കാരണം നേരത്തെ ധാരണയുണ്ടായിരുന്നു ഇവർക്കെതിരെ പോലീസിനെ കൊണ്ട് അറ്റാക്ക് ചെയ്ത് കള്ളക്കേസ് അകത്തിട്ട് കഴിഞ്ഞാൽ ഇവരങ്ങ് ഒതുങ്ങും. അത് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്ലാഷ് ആയിപ്പോയി. കാരണം ഇത് പിന്നെ കോടതിയിൽ പോയി. കോടതിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഈ കേസുകൾ തള്ളാൻ തുടങ്ങി. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഇന്ത്യൻ നിയമസംഹിത അനുസരിച്ചുമല്ല ഈ കേസെടുത്തിരിക്കുന്നത്. ഈ പറയുന്ന ഇവർക്കൊന്നും തെളിവുകളില്ല. തെളിവുകളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന് ആര് പോയി തെളിവ് കൊടുക്കും? കാരണം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതോടുകൂടി പോലീസ് അങ്ങ് പുറകോട്ടങ്ങ് മാറി. അപ്പോഴിതേപോലുള്ള ഗുണ്ടകളും ബജറാങ് ദളും കയറി വരുന്നു. ഇത് ഓരോ ഇൻസിഡൻറ്റ് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അതായത് പഴയ പോലെ ആയിരിക്കത്തില്ല ഇന്ത്യയിൽ ഈ പറയുന്ന ചാരിറ്റി വർക്കാണെങ്കിലും മിഷൻ വർക്കാണെങ്കിലും. അതായത് നിങ്ങളുടെ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള സംഭവം അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ള മേഖലയിൽ ചെയ്യുക. അവിടെ ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും, തരും, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാണ്. അതെന്താണ് ഈ പറഞ്ഞ കാൺകർ സംഭവത്ത് കാണുന്നത്. പിന്നീട് അവർ ചർച്ച കത്തിക്കാൻ മറ്റുള്ള ഗാവിയിൽ നിന്ന് ആൾക്കാരെ, ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അത് കത്തിക്കാനും അടിച്ചു പൊളിക്കാനും ഒക്കെ ശ്രമിച്ചു. അവരും തിരിച്ചടിക്കാൻ തുടങ്ങി. അവരെ ഒരു കാരണവശാലും അവരോട് ഹൈന്ദവ ക്ഷേത്രങ്ങളൊന്നും അടിക്കാൻ പൊളിക്കാനൊന്നും പോയിരുന്നില്ല. അങ്ങോട്ടും ഗ്രാമത്തിലുള്ളവരുമേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അവർക്ക് ഫ്യൂല് ചെയ്യാൻ വേണ്ടി പുറത്ത് ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്ത് നിന്നു. അതായത് മനസ്സിലാക്കുക, പഴയ പോലെ ആയിരിക്കത്തില്ല. കാരണം ഇഷ്ടം പോലെ മലയാളികൾ കാരണം എൻ്റെ ചാനൽ കാണുന്നവരുണ്ട്. അപ്പോൾ അവരോട് കൂടെ പറയുന്നത് പഴയ പോലെയല്ല, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രെങ്തൻ ചെയ്യും. അതായത് നിങ്ങൾ ഈസി വാക്ക് ഓവർ, അതായത് ഈസി കേക്ക് വാക്ക് അല്ല ഇനി. അതായത് റെസിസ്റ്റൻസ് ഉണ്ടാകും, വലിയ റെസിസ്റ്റൻസ് ഉണ്ടാകും. ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളും ചൈനയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഇത്രയും വലിയ റെസിസ്റ്റൻസ് ഉണ്ടായിട്ട് വളർന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് പാകിസ്ഥാനിൽ ഗവൺമെൻറ് സ്പോൺസേഡ് ക്രിസ്മസ് റാലി നടന്നു, ലാഹോറിൽ വലിയ റാലി നടന്നു. അതായത് ഞാൻ പറയുന്നത്, നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പം അത് ഇനി പേപ്പറുകളിൽ മാത്രമായി മാറും. അതായത് ഗ്രൗണ്ടിൽ ആ സാധനം ഒരു സാധാരണക്കാരന്, ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ ആ ധർമ്മത്തിൽ കൂടെ, ആ റിലീജിയനിൽ കൂടെ പോകുന്നവർക്ക് മാത്രമേ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ ബീഫുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ മുസ്ലിം കമ്മ്യൂണിറ്റി ആൾക്കാരെ അറ്റാക്ക് ചെയ്തു, ഇഷ്ടം പോലെ. അപ്പം ഞാനിത് ഗ്രൗണ്ടിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഗവൺമെൻറ് നാണം കെട്ടുപോയി, കേന്ദ്ര ഗവൺമെൻറ്. കാരണം പശു പാലൻ, ആ പാലൻ, ഈ പാലൻ, ഈ പാവം പിടിച്ച അറ്റാക്ക് ചെയ്യുന്നതിന് പാവം പിടിച്ച മുസ്ലിങ്ങൾ. ഇത് ഗ്ലോബൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോദി ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് ഇടപെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ, പിന്നീട് ഗോരക്ഷകരും ഗോമാതാവിൻ്റെ ആൾക്കാരെ പിന്നെ കാണാതില്ലാതായി. അവർക്കെതിരെ ഗവൺമെൻറ് ആക്ഷൻ എടുക്കാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ പോലീസ് ഡെലിബറേറ്റ് ആയിട്ട് കേസ് എടുക്കുന്നില്ല. കാരണം കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ റെക്കോർഡിലാവും. പിന്നെ ഇത് ഡാറ്റയായി. അതിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന പാസ്റ്ററാണെങ്കിൽ, അച്ഛനാണ്, അവരോട് കർശനമായിട്ട് പറയാൻ, നിങ്ങൾ ഇനി ബൈബിൾ കൊണ്ട് കിടക്കരുത്, നിങ്ങൾ ബൈബിൾ പ്രസംഗിക്കരുത്, നിങ്ങൾ ചർച്ചിലുണ്ടാകരുത്, നിങ്ങൾ പ്രെയർ നടത്തരുത്. ഈ രീതിയിലുള്ള ടാക്റ്റിക്കാണ്. അതായത് ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുക.
പ്രഷറൈസ് ചെയ്യുക, അടിക്കുക, മർദ്ദിക്കുക, ഉപദ്രവിക്കുക, ഈ പരിപാടി എന്ന് തുടങ്ങി. അപ്പം അതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് മുഴുവനും. ഇഷ്ടം പോലെ രാജസ്ഥാനിലുണ്ടാകുന്നു, ഡൽഹിയുടെ അടുത്ത് വരെ കയറിയിട്ടുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പഴയ പോലെ ഇന്ത്യ അല്ല. ഗാന്ധിജിയെ മാറ്റുക എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ എല്ലാത്തേരും ഗാന്ധിജിയുമായിട്ട് എങ്ങനെയാണ് ഇവർ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഗാന്ധിജി അങ്ങ് മാറ്റി, എന്നിട്ട് അതിന് വേറെ പേരുകൾ കൊണ്ടുവരുന്നു. കറൻസി നല്ല എല്ലായിടത്തുനിന്നും ഗാന്ധിജിയെ മാറ്റി ഇവര്, യാതൊരു സംശയമില്ല. കാരണം ഉദ്ദേശലക്ഷ്യം, കാരണം ഇനി ഇവർക്ക് ഫർദർ പറയാനൊന്നുമില്ല. ഇന്ത്യയിൽ എന്ത് പറയാനുള്ളത്? ഒറിജിനൽ കോറായിട്ടുള്ള പല ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂയിലോട്ട് കടക്കാൻ പറ്റത്തില്ല. എന്താ കടക്കാൻ പറ്റാത്തത്? കാരണം അതൊന്നും നടത്താൻ പറ്റാത്ത ഇഷ്യൂവാണ്. ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വിദേശങ്ങളിലോട്ട് പഠിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നില്ല. അതിലോട്ട് കടക്കാൻ പറ്റുമോ? ആണെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ സ്കൂളുകളും നല്ല കോളേജുകളും ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലില്ല. വളരെ കുറച്ചേ ഉള്ളൂ. ആളുകൾ പുറത്തോട്ട് പോകുന്നു, പിന്നെ അവിടെ തിരിച്ചു വരുന്നില്ല. ഇന്ത്യയിലെ ടാലൻറ്റുകൾ മുഴുവനും ബ്രെയിൻ ഡ്രെയിൻ മുഴുവനും വിദേശത്തോട്ട് പോകുന്നു, അവരും തിരിച്ചു വരുന്നില്ല. ആർക്കും ഇന്ത്യയിലോട്ട് തിരിച്ചു വരികയും വേണ്ട. RSSന്റെ മേധാവ് പറഞ്ഞു കുട്ടികളുടെ എണ്ണം കൂട്ടണം. ടൗണിൽ കുട്ടികളുടെ എണ്ണം കുറവാണ്, വളരെ കുറഞ്ഞു വരികയാണ്. ബീഹാറിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ജനസംഖ്യ വരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്ന ടൗൺ മനസ്സിലാക്കുക, ഇന്ത്യൻ സിറ്റി ഏരിയയിലാണ് ഏറ്റവും ടാലൻ്റുള്ള പിള്ളേരും കുട്ടികളൊക്കെ ഉള്ളത്. അവർ ഇന്ത്യ വിട്ടു പോവുകയാണ്. കാരണം ഇന്ത്യയിൽ ഇനിയും പ്രതീക്ഷയില്ല. അതായത് രാം മന്ദിർ ഇഷ്യൂ കഴിഞ്ഞു, ആർട്ടിക്കിൾ 370 കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇനി ഇഷ്യൂ ഇല്ല. ഇഷ്യൂ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുക. അതിന് മുസ്ലിം കമ്മ്യൂണിറ്റി ആദ്യം ഭീഷണിപ്പെടുത്തി അവരെ അങ്ങ് അടിച്ചൊതുക്കി. ശരിക്കും ഭയന്നിട്ടാണ് ഇന്ത്യ കഴിയുന്നത്. നമുക്കൊന്ന് സംസാരിക്കാൻ പോലും പല മുസ്ലിം ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്, ലിബറൽസ്. അവരെല്ലാം ഇന്ത്യ വിട്ടങ്ങ് പോയി. ഡൽഹി വിട്ട് എത്രയോ പേര് പോയി, എനിക്ക് എത്രയോ പേരെ അറിയാം. കാരണം അവർക്കൊന്നും ഇനി ഇന്ത്യയെ താമസിക്കാൻ ഭയം പോലായി. ഇതേപോലെ അടിച്ചൊതുക്കാൻ നോക്കുവാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ. പക്ഷെ ഇവിടെ ഇവരെ പെടാനുള്ള സാധ്യത 100 അല്ല 1000%. എന്താണ് പഞ്ചാബിൽ സംഭവിച്ചത്? എന്താണ് പഞ്ചാബിൻ്റെ ഹരിയാനയുടെ ബോർഡറിൽ, ഹിമാചലിൻ്റെ ബോർഡറിൽ, ഇൻഡോ പാകിസ്ഥാൻ ബോർഡറിൽ സംഭവിച്ചത്? എന്താണ് ഈ പറയുന്ന ഒറീസയിൽ സംഭവിച്ചത്? ഈ പറയുന്ന ഗ്രഹാം സ്റ്റെയിൻ, അദ്ദേഹത്തെ കൊന്നിട്ട് ഈ പറയുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഇവിടെ ചേഞ്ച് ഉണ്ടായോ? വലിയ രീതിയിൽ റയറ്റ് നടന്നു. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ? ഒരു ചേഞ്ചും ഉണ്ടായോ? അവിടെ പഴയതിൻ്റെ 1000 മടങ്ങാണത് കയറി വന്നത്. പല ഡിസ്ട്രിക്റ്റുകളും കാരണം ആദിവാസികൾ ദളിത് താമസിക്കുന്ന പല ഡിസ്ട്രിക്റ്റ് അത് കൺവേർട്ടായിപ്പോയി. അതിൻ്റെ പേരിലാണ് ബിജു പട്നായിക്കിൻ്റെ മോൻ നവീൻ പാട് ഇത്രയും പ്രാവശ്യം അവിടെ ചീഫ് മിനിസ്റ്ററായിട്ടിരുന്നത്. തമിഴ്നാട്ടിൽ സംഭവിക്കത്തില്ല. തെലുങ്കാനയിൽ നടക്കും, അവിടെയും നടക്കത്തില്ല. കർണാടകയുടെ ചില ഭാഗത്ത് നടക്കത്തില്ല. ഇതൊക്കെയാണ് സംഭവം. അതായത് ഞാൻ ഈ പറയാൻ പോകുന്നത്, ഇന്ത്യയെ മുഴുവനും മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ ബേസിക്സ് ഉണ്ട്, ഫണ്ടമെൻ്റൽസ്. അതിനെ മുഴുവനും മാറ്റി നാശമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വൃത്തികെട്ട ഒരു രാജ്യമാക്കി മാറ്റുക. ഇതാണ് ഉദ്ദേശലക്ഷ്യം. ഈ പറയുന്ന ഇന്ത്യക്കാർക്കൊക്കെ വിദേശത്ത് പോകുമ്പോൾ ഇന്ന് 4 ഇരട്ടി ഹെയ്റ്റ് ആവും. അത് ന്യൂസിലാൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും UK അമേരിക്കയിലും ഇതൊക്കെ പൂർണ്ണമായിട്ടും കിട്ടും. ഒരു പാവം പിടിച്ച ഹിന്ദു ആയ ഒരാളെ ബംഗ്ലാദേശിൽ ലിഞ്ച് ചെയ്ത് കൊന്നു. ഇന്ത്യയിൽ അതിനെപ്പറ്റി മിണ്ടാൻ പറ്റത്തില്ല, കാരണം നാണക്കേടാ. ഇവിടെ ഡൽഹിയിൽ ഒരു ഷോപ്പിനകത്ത് പോയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. നോർമലായി സംഭവം കൊറിയൻ സാധനങ്ങളില്ലാത്ത നോൺ വെജിൻ്റെ അകത്തെല്ലാം ഹലാല് വരും. അത് കൊറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്, അത് മാറ്റണം. അങ്ങനെ കടക്കാരന് മാറ്റാൻ പറ്റുന്ന അവിടെ നിന്ന് വരുന്ന സാധനം. അതേപോലെ ഇവിടുത്തെ ഒരു MLA, ഒരു പൊളിറ്റീഷ്യൻ, ഇവിടുത്തെ ഡൽഹിയിൽ ഒരു പാർക്കിൽ പോയിട്ട് ഒരു ആഫ്രിക്കൻ അയാൾ 10-12 വർഷം കൊണ്ട് അവിടെ താമസിക്കുന്ന ഗവൺമെൻറ് കൊണ്ടുവരെ ഇരുത്തിയേക്കും. അയാൾ അവിടെ കുട്ടികളെ ഫുട്ബോൾ പഠിപ്പിക്കുക MCD ഗ്രൗണ്ടിൽ. അവിടെ പല സ്കൂളിലും പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ പിള്ളേരും പൈസ കളക്ട് ചെയ്താണ് ഇയാൾക്ക് കൊടുക്കുന്നത്. നല്ലൊരു ഫുട്ബോളറാണ്. അയാളോട് പറയും ഹിന്ദി പറയാതെ ഇനി അവിടെ ഇംഗ്ലീഷ് സംസാരിക്കരുത്. അതാ പറഞ്ഞ ഇന്ത്യ മാറുന്ന ഇന്ത്യ, അതായത് ഇന്ത്യയുടെ രൂപം വൃത്തികെട്ട രീതിയിലോട്ട് പോകുന്നു. ആ ഇന്ത്യയാണോ നമ്മൾ ഈ പറയുന്ന മോദിയും BJP നമുക്ക് വാഗ്ദാനം ചെയ്തത്? അതാണ് ഏറ്റവും കഷ്ടം. അതായത് കഷ്ടം പിടിച്ച ഇന്ത്യ, കോലം മാറിയ ഇന്ത്യ.
ആ ഇന്ത്യ എന്ന് പറയുന്ന പഴയ ഇന്ത്യയിലോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഇന്ത്യ ഗ്രോത്ത് ഉണ്ടാകുകയില്ല, വളരെ മോശമായ പേരുണ്ടാക്കും. അതായത് പുതിയ ഒരു ഹോപ്പ് പ്രതീക്ഷയുള്ള രീതിയിലല്ല ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പോക്ക്. ഇത് തെറ്റായ പ്രവണതയാണ്. ഇത് നമ്മളെ പൂർണ്ണമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ 1% സംശയമില്ല.